എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 31 32 വാക്യങ്ങൾ. ലൂക്കോസ് 24 31 32. ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. രണ്ട് വ്യക്തികൾക്കുണ്ടായ അനുഭവമാണ് ഇവിടെ വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തുന്നത്. ഹൃദയം കത്തി, കണ്ണുകൾ തുറന്നു. ആരായിരുന്നു ഈ രണ്ടുപേർ? അവർക്ക് എപ്പോഴാണ് ഈ അനുഭവം ഉണ്ടായത്? അതിൻ്റെ സാഹചര്യം എന്ത്? ഈ ഒരു അന്വേഷണത്തിൽ വരുത്തേണ്ടത് കർത്താവ് അവരോട് ചേർന്ന് നടന്നു എന്നുള്ള ലൂക്കോസിൻ്റെ പരാമർശത്തിൽ നിന്നാണ്. യെരുശലേം നഗരം വിട്ട് രണ്ടുപേർ ഏകദേശം 7 കിലോമീറ്റർ ദൂരമുള്ള എമുവസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. നിരാശ നിറഞ്ഞ ഹൃദയത്തോടും വാടിയ മുഖത്തോടും കൂടിയാണ് അവരുടെ യാത്ര. കെട്ടിപ്പൊക്കിയ പ്രതീക്ഷകൾ തകർന്നടിഞ്ഞു പോയതിലുള്ള നിരാശ അവരുടെ മുഖത്തുണ്ട്. ഒരാളുടെ പേര് ക്ലെയോപ്പ എന്നാണ്. ഇദ്ദേഹം യേശുവിൻ്റെ വളർത്തുപിതാവായ യൗസേപ്പിൻ്റെ സഹോദരനായിരുന്നു എന്നൊരു പാരമ്പര്യം പറയുന്നുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് പരാമർശമില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു ക്ലെയോപ്പാവിനെ പറ്റി പരാമർശിക്കുന്നു 19 അധ്യായത്തിൽ 25 വാക്യത്തിൽ. പക്ഷേ അത് ഇദ്ദേഹം തന്നെയാണോ എന്നതിന് വ്യക്തമായ തെളിവില്ല. ക്ലെയോപ്പാവിൻ്റെ സഹയാത്രികനെ കുറിച്ച് കൂടുതലായി ഒന്നും അറിയില്ല. എന്നാൽ അവർ രണ്ടുപേരും ഒരേ വീട്ടിലേക്ക് പോയി എന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷെങ്കിൽ ഭാര്യയും ഭർത്താവുമാകാമെന്നും ഒന്നിച്ച് കർത്താവിൻ്റെ ശിഷ്യഗണത്തിൽ ഉണ്ടായിരുന്നവരായിരുന്നു എന്നും ചിന്തിക്കാം. എന്തായാലും 12 അപ്പോസ്തലന്മാരിൽപ്പെട്ടവരല്ലായിരുന്നു എന്ന് വ്യക്തമാണ്. കാരണം അവർ യെരുശലേമിലേക്ക് മടങ്ങി വന്ന് പന്തിരുവരെ കണ്ടു, തങ്ങൾക്കുണ്ടായ അനുഭവം അവരെ അറിയിച്ചു എന്ന് 34 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ രണ്ടാളുകളും പെസഹ ആചരിക്കാൻ യെരുശലേമിൽ എത്തിയ ആളുകളായിരിക്കാം. ഒരുപക്ഷെ അവർ യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള മഹത്വപ്രവേശനവും പുരുഷാരത്തിൻ്റെ ആവേശ പ്രകടനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവാം. ഉത്സാഹപൂർവം അവരും അതിൽ പങ്കെടുത്തു. യേശുവിനെ പറ്റി അവർ പ്രതീക്ഷിച്ചിരുന്നത് എന്തെന്ന് അവർ തന്നെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകൻ ആയിരുന്നു. അതായത് മശിഹായെ പറ്റിയുള്ള സങ്കല്പങ്ങളും പ്രതീക്ഷകളും എല്ലാം സാക്ഷാത്കരിച്ചിട്ടുള്ളവൻ എന്ന് സാരം. എന്നാൽ എന്താണ് അന്ന് സംഭവിച്ചത്? അതിദാരുണമായി മരത്തിന്മേൽ തൂക്കപ്പെടുകയോ, മരത്തിന്മേൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ന്യായപ്രമാണം വിധിച്ചിരിക്കുന്ന വിധം ശാപഗ്രസ്തനായി തീരുകയോ, അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം തകിടം മറിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായ സംഭവങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. ഇതാണ് അവരെ നിരാശരും വാടിയ മുഖവും ഉള്ളവരാക്കി തീർത്തത്. അവർ സ്വന്തം ഭവനങ്ങളിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ വെച്ച് വാദിച്ചും തർക്കിച്ചും കൊണ്ടിരുന്നു എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. അവരുടെ തർക്ക വിഷയം എന്തായിരിക്കാം? യേശുവിൻ്റെ ദാരുണ മരണം എങ്ങനെയാണ് ന്യായീകരിക്കുക? നീതിമാനായ ഒരുവൻ എന്തുകൊണ്ട് ഈ ദുരന്തം സംഭവിച്ചു? പിന്നെ അവർ പ്രതീക്ഷിച്ച മശിഹാ സങ്കല്പങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു ക്രിസ്തുവിൻ്റെ ജീവിതവും അതുപോലെ മരണവും. ചില സ്ത്രീകൾ അന്നേ ദിവസം രാവിലെ യേശുവിൻ്റെ ഖബറിലെത്തിയപ്പോൾ ഒഴിഞ്ഞ കല്ലറ കണ്ടതും
യേശു ഉയിർത്തെഴുന്നേറ്റു എന്ന് മാലാഖമാർ പറഞ്ഞ കാര്യവും എത്രമാത്രം വിശ്വസനീയമാണ്. അവർ വ്യാജ പ്രസ്താവന നടത്തേണ്ട കാര്യം വല്ലതുമുണ്ടോ? ഇങ്ങനെയുള്ള വിധത്തിലുള്ള ചിന്തകൾ അവരുടെ സംവാദത്തിൽ കടന്നു വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു വേദഭാഗത്ത് ലൂക്കോസ് നമ്മളോട് പറയുന്നു, അവരോട് ചേർന്ന് നടന്നു യേശു. അതായത് ചേർന്ന് നടക്കുന്നവനായ യേശു. യേശു അവരോട് ചേർന്ന് നടക്കുകയും അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുകയുമായിരുന്നു. പക്ഷെ യേശു ആണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. കൂടെ ചേർന്ന് നടക്കുന്നവനായ യേശുവിനെ നമ്മളൊന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ അതെത്ര ആശ്വാസവും ധൈര്യവും നൽകുന്നതാണ്. നമ്മുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടും മാനസികമായ ആകുലങ്ങളും ഉത്കണ്ഠകളും മനസ്സിലാക്കി അവയ്ക്ക് പരിഹാരം വരുത്താനും കർത്താവ് കൂടെയുണ്ടെന്ന കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഈ രണ്ടു പേർക്കും ഉണ്ടായ പരാജയം പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്നതാണ്. കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പാടില്ലാതെ വണ്ണം നമ്മുടെ കണ്ണുകൾ അവിശ്വാസം കൊണ്ടും ആകുലതകൾ കൊണ്ടും മൂടിപ്പോയിട്ടുണ്ടാവാം. ഞായറാഴ്ച രാവിലെ യേശുവിൻ്റെ കല്ലറയ്ക്കലെത്തിയ മഗ്ദലന മറിയം ഉദ്ധിതനായി തൻ്റെ മുൻപിൽ നിൽക്കുന്ന കർത്താവിനെ തിരിച്ചറിഞ്ഞില്ല. അത് തോട്ടക്കാരനായിരിക്കും എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. കർത്താവ് അവളെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ മാത്രമേ അത് കർത്താവാണ് എന്നവൾ മനസ്സിലാക്കിയുള്ളൂ. കൂടെ ചേർന്ന് നടക്കുന്ന യേശുവിനെ തിരിച്ചറിയാതെ അവർ നടന്നു നീങ്ങുമ്പോൾ, നിങ്ങൾ വഴിയിൽ നടന്ന് തമ്മിൽ സംവാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് യേശു ചോദിച്ചു. യേശുവിനെ അവർ മനസ്സിലാക്കിയത് യെരുശലേമിലെത്തിയ ഒരു പരദേശി എന്ന് മാത്രമായിരുന്നു. അവർ യേശുവിനോട് ആശ്ചര്യഭാവത്തോടെ ചോദിച്ചു, ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ യെരുശലേമിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് നീ മാത്രം അറിഞ്ഞില്ലയോ? ആ സംഭവത്തെക്കുറിച്ചല്ലാതെ മറ്റെന്താണ് ചർച്ചാ വിഷയം ആകാനുള്ളത്? തങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന യേശുവിനെക്കുറിച്ചും അദ്ദേഹത്തിനുണ്ടായ ദുരന്തത്തെക്കുറിച്ചുമാണ് അവർ വാദിച്ചു കൊണ്ടിരുന്നത് എന്ന് വെളിപ്പെടുത്തി. അവരിൽ ചിന്താക്കുഴപ്പം വരുത്തിയത് യേശുവിൻ്റെ ഉയിർപ്പിനെക്കുറിച്ചുള്ള വാർത്തയാണ്. ചില സ്ത്രീകൾ കല്ലറയ്ക്കൽ പോയതും ഉദ്ധിതനായ കർത്താവിനെ കണ്ട കാര്യവും അതേ തുടർന്ന് ചില അപ്പോസ്തലന്മാർ കല്ലറയ്ക്കലെത്തി സ്ത്രീകൾ പറഞ്ഞ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്ത കാര്യമൊക്കെ അവർ യേശുവിനെ അറിയിക്കുന്നുണ്ട്. 24 അധ്യായത്തിൻ്റെ 11 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, മഗ്ദലക്കാരത്തി മറിയയും യോഹന്ന, യാക്കോബിൻ്റെ അമ്മ മറിയയൊക്കെ യേശുവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അപ്പോസ്തലന്മാരോട് അറിയിച്ചു കഴിഞ്ഞപ്പോൾ ലൂക്കോസ് രേഖപ്പെടുത്തുന്നു, ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി, അവരെ വിശ്വസിച്ചില്ല. കർത്താവ് ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നത് ദൃക്സാക്ഷികളായി വന്നു പറഞ്ഞ സ്ത്രീകളുടെ വാക്ക് വെറും കഥയായി തോന്നിയ അപ്പോസ്തലന്മാർ. അപ്പോൾ ഉദ്ധാനത്തെ അവിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ ഒരു പക്ഷെങ്കിൽ ഈ രണ്ട് ആളുകളും ഉണ്ടായിരുന്നിരിക്കാം എന്നതാണ് അവരുടെ വാദത്തിൻ്റെ പശ്ചാത്തലം നമ്മെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും നട്ടം തിരിഞ്ഞ് ഉത്തരം ലഭിക്കാത്ത ചോദ്യചിഹ്നങ്ങളാൽ ജീവിതം വഴിമുട്ടുമ്പോൾ ചേർന്ന് നടക്കുന്ന ഒരു ക്രിസ്തു ഉണ്ട് എന്ന് ലൂക്കോസ് രേഖപ്പെടുത്തുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ വിവിധ ഇടങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരോട് ചേർന്ന് നടക്കുന്ന ക്രിസ്തു, നമ്മുടെ പ്രതിസന്ധികളിൽ വഴി തുറന്നു തരുന്ന കർത്താവ്, ഇങ്ങനെ ചേർന്ന് നടക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. പുതിയ പ്രഭാതത്തിൽ ഇത് നമ്മുടെ കണ്ണുകളെ തുറന്ന് നമ്മുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുന്നതായിരിക്കട്ടെ. അവിശ്വാസത്തിൻ്റെയും
ജീവിതത്തിൻ്റെ നിരാശകളുടെയും കാർമേഘങ്ങൾ നമ്മുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നുവെങ്കിൽ, ചേർന്ന് നടക്കുന്ന കർത്താവ് തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ ആ ബോധ്യത്തിലേക്ക് മടക്കി വരുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ഇന്നത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കാം. കാരണം കർത്താവ് ഒരു സഹയാത്രികനായി, സഖിയായി നമ്മോട് ചേർന്ന് നടക്കുന്നവനാണ്. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ അടിയങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് സ്തോത്രം. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ ചേർന്ന് വരുന്നു. ഞങ്ങളോട് ചേർന്ന് അവിടുന്ന് നടക്കുന്നു എന്നുള്ള ബോധ്യം ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങളെ ഭരിക്കുമാറാകണമേ. അവിശ്വാസവും ഭയവും നിരാശയും ഞങ്ങളുടെ ഹൃദയദൃഷ്ടികളെ മൂടി മറച്ചു കളയുന്ന അനുഭവങ്ങളിൽ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളെ അന്ധമാക്കുമ്പോൾ, കർത്താവേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്കൊരു വലിയ വെളിച്ചമായി, പ്രകാശമായി കൂടെയുള്ളത് കൊണ്ട് സ്തോത്രം. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ വഴിയാത്രകളിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ നിരാശ നിറയുന്ന അനുഭവങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് ആശയായി, പ്രത്യാശയായി കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മയുടെയും പ്രതീക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും പുതിയ നാളുകൾ അവിടുന്ന് ദാനമായി നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും കൃപയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.